ഹായ് ഓൾ, ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കറിയാം അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ കേരള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള പോസ്റ്റാണ്. അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ, എക്സാമിനുള്ള നോട്ടിഫിക്കേഷൻ PSC പുറത്തുവിടാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു, കൂടുതൽ ഡീറ്റെയിൽസ് നമ്മളവിടെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എന്നാലും ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കിപ്പോൾ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസും ലാസ്റ്റ് എക്സാം ഡീറ്റെയിൽസും ഒക്കെ ഒന്ന് നോക്കിപ്പോൾ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു വെബിനാർ ഉണ്ട്, അതിൻ്റെ വിവരങ്ങൾ നമുക്ക് ബാക്കി പറയാം. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നോക്കിയാൽ കാറ്റഗറി നമ്പർ 132/2020 ആണ്. ക്വാളിഫിക്കേഷൻ വന്നിട്ട് ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, BTech അല്ലെങ്കിൽ BE കംപ്ലീറ്റ് ആക്കിയവർക്ക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. സ്കെയിൽ ഓഫ് പേ എന്ന് പറഞ്ഞാൽ 39,500 മുതൽ 83,000 വരെയുള്ള വളരെ മികച്ച ഒരു വളരെ നല്ലൊരു സ്കെയിൽ ഓഫ് പേ ആണ്. ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 22 മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. മറ്റ് ഏജ് റിലാക്സേഷൻസ് അവിടെ കാണും, 3 to 5 years ഏജ് റിലാക്സേഷൻ കാണും എന്നുള്ള കാര്യം ഓർക്കുക. ലാസ്റ്റ് എക്സാം ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. DOE ഡേറ്റ് ഓഫ് എഫക്ട് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 3/8/2023 അപ്പം റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ട്, പക്ഷെ അത് നോക്കണ്ട. റാങ്ക് ലിസ്റ്റ് തീരുന്നതനുസരിച്ച് എന്ത് ചെയ്യും, അവർ വേഗം തന്നെ എക്സാം കണ്ടക്ട് ചെയ്യും എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. PSC എല്ലാ കാര്യങ്ങളും ഒന്ന് സ്പീഡ് ആക്കിയിട്ടുണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതെന്നുള്ള കാര്യം ഒന്ന് നിങ്ങൾ ഓർത്തു വെക്കുക. കട്ട് ഓഫ് എന്ന് പറയുന്നത് 64 മാർക്കായിരുന്നു. കട്ട് ഓഫ് 64.67 ആയിരുന്നു. ടോട്ടൽ അഡ്വൈസുകൾ പോയിട്ടുള്ളത്, ഇതുവരെ അഡ്വൈസുകൾ പോയിട്ടുള്ളത് 29 അഡ്വൈസുകളാണ് പോയിട്ടുള്ളത്. 105 പേര് അടങ്ങുന്ന ഒരു മെയിൻ ലിസ്റ്റാണ് ലാസ്റ്റ് ടൈം PSC പുറത്തുവിട്ടിരുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഒരു ഫ്രീ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. 8 മണിക്കാണ് വെബിനാർ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. പ്രശാന്ത് സാറാണ് ഈ വെബിനാർ എടുക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പ്രധാനമായിട്ടും നമ്മൾ സിലബസ് എന്താണെന്നുള്ളത് നമ്മളവിടെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സിലബസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ സബ്ജക്ട് വെയിറ്റേജും, ഓരോ മോഡ്യൂളിനും അല്ലെ ഓരോ സബ്ജക്റ്റിനും നിങ്ങൾ എന്തുമാത്രം വെയിറ്റേജ് കൊടുക്കണം, അത് നേരത്തെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാനാണെങ്കിൽ എന്തുമാത്രം സമയം കൊടുക്കണം എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു സ്റ്റഡി പ്ലാനും നമ്മളവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, ഒരു സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ ഒരു സ്റ്റഡി സ്ട്രാറ്റജി നമ്മളവിടെ നിങ്ങൾക്ക് തരുന്നുണ്ടായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് അറിയാം റീസെൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമിൻ്റെ പാറ്റേൺ ഒക്കെ മാറി വരുന്നുണ്ട്. പ്രത്യേകിച്ച് PSC എക്സാമിൻ്റെ ടെക്നിക്കൽ എക്സാംസിൻ്റെ പാറ്റേൺ ഒക്കെ മാറി വരുന്നുണ്ട്. അപ്പോൾ ഒരു BTech ലെവൽ എക്സാം അല്ലെങ്കിൽ ഒരു ഡിഗ്രി ലെവൽ എക്സാം എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നുള്ളതിന് നമുക്കൊരു ഐഡിയ വേണം. അപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള എക്സാംസ് വെച്ചിട്ടൊരു അനാലിസിസും നിങ്ങൾക്കൊരു ഐഡിയ തരാൻ വേണ്ടി നമ്മളവിടെ നടത്തുന്നുണ്ട്. അപ്പം പ്രീവിയസ് എക്സാമിൻ്റെ പാറ്റേൺ ഒക്കെ മനസ്സിലാക്കി വേണം നമ്മൾ ഓരോ എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, സാറ് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു വെബിനാറിൽ പങ്കെടുക്കണമെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ലൈവായിട്ട് ഈ വെബിനാറിൽ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ലൈവായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. കാര്യം മാക്സിമം നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അല്ലെങ്കിൽ ചോദിച്ചിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു വെബിനാറിന് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഏണസ്റ്റ് അക്കാഡമിയിൽ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന്റെ ഒരു ഫോക്കസ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസും മോഡൽ ടെസ്റ്റും മോക്ക് ടെസ്റ്റും വാട്സ്ആപ്പ് ഗ്രൂപ്പും അതുപോലെ മെന്റർഷിപ്പ് ഉൾപ്പെടെയുള്ള ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടാണ് നമ്മൾ ഈ കോഴ്സ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കോഴ്സിലേക്ക് നേരത്തെ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻസ് തുടങ്ങാൻ താല്പര്യമുള്ളവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുപോലെ റീസെൻ്റ് ആയിട്ടുള്ള കുറച്ച് റാങ്കുകളാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് റാങ്കുകളാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ റീസെൻ്റ് ആയിട്ടുള്ള ടെക്നിക്കൽ എക്സാമുകളിലെല്ലാം നമുക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ കണ്ടന്റ് നിങ്ങൾക്ക് തരുന്നതും നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ മുൻനിരയിൽ എത്താൻ ഉതകുന്ന രീതിയിലാണ് എന്നുള്ള കാര്യം ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവർ ഒന്ന് അലേർട്ടായിട്ടിരിക്കുക. നോട്ടിഫിക്കേഷൻ വരുന്നതനുസരിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ ഒരു വെബിനാറിൽ നിങ്ങൾ മാക്സിമം ലൈവായിട്ട് തന്നെ പങ്കെടുക്കാനും ശ്രദ്ധിക്കുക. ലൈവായിട്ട് പങ്കെടുത്ത് ഫാക്കൽറ്റിയോട് നിങ്ങൾ ഡൗട്ടുകളൊക്കെ ചോദിച്ച് ഇൻട്രാക്റ്റീവായിട്ട് നിങ്ങൾക്ക് ഡൗട്ടുകളൊക്കെ ചോദിക്കുകയും ചെയ്യാം. അപ്പോൾ എന്തായാലും ഈ ഒരു വെബിനാർ മാക്സിമം എല്ലാവരും പ്രയോജനപ്പെടുത്തുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.